So already discussed about the types of assessment like self-assessment, assessment on the basis of return, then regular assessment which is grouped into two, that is on the basis of evidence, best judgment assessment, and income escaping assessment or reassessment. The last one, precautionary or protective assessment. Together with this assessment, there is one more term, that is accelerated assessment. You all know what is accelerated assessment. So there is a general rule in the income tax is that income earned in the previous year is put to tax on the next assessment year itself. That is, നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ ടാക്സിൻ്റെ പരിധിയിലേക്ക്, അതായത് ടാക്സിൻ്റെ പരിധിയിലേക്ക് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് കമ്മിങ് അസസ്മെൻറ്റ് ഇയറിലാണ്. പൊതുവേ അതാണ് ജനറൽ റൂള്. അപ്പോൾ എന്താണ് നമ്മൾ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ, ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് പുട്ട് ടു ടാക്സ് ഇൻ ദ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർസ്. ബട്ട് ദർ ആർ സം എക്സംഷൻ ടു ദിസ് ജനറൽ റൂൾ. അപ്പോൾ എന്തായിരിക്കും എക്സംഷൻ എന്ന് പറഞ്ഞാൽ, ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് പുട്ട് ടു ടാക്സ് ഓൺ ദ സെയിം പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സർക്കംസ്റ്റൻസിലാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് അതേ സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്, അതിനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ജനറലി പുട്ട് ടു ടാക്സ് ഇൻ ദ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ, ബട്ട് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് ദ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് പുട്ട് ടു ടാക്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഇതിനെ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയാം. So what are the situations in which accelerated assessment is done? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് നടക്കുന്നത്? അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചോദിച്ചാൽ സെയിം ആൻസർ തന്നെയാണ് രണ്ട് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. വാട്ട് ആർ ദ എക്സംഷൻസ് ടു ദ ജനറൽ റൂൾ ദാറ്റ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ചാർജ് ടു ടാക്സ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ? അപ്പോൾ രണ്ട് തരത്തിൽ ചോദിച്ചാൽ, എക്സംഷൻ ടു ദ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എക്സംഷൻസ് ടു ദ ജനറൽ റൂൾ ദാറ്റ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസറാണ്. അപ്പോൾ എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും. ജനറലി നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുക. ബട്ട് സർട്ടൻ സിറ്റുവേഷനിൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇതിന് എക്സംഷനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് എന്നാണ്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷനാണ് ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അണ്ടർ സെക്ഷൻ 172 പ്രകാരം പറയുന്നത്. അപ്പോൾ എന്താണ് 172 പ്രകാരം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആസ് പെർ സെക്ഷൻ 172 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961, if a non-resident uses a ship owned or chartered by him for the carriage of passengers, livestock, mail or goods shipped at port in India, his income from such business will be taxed in the year in which it is earned if he does not have any representative in India. അതായത് സെക്ഷൻ 172 പ്രകാരം ഏതെങ്കിലും ഒരു നോൺ റെസിഡൻറ്റ് ഒരു ഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അയാൾ ഓണർഷിപ്പിലാവാം, അല്ലെങ്കിൽ അയാൾ അത് റെൻറ്റിനെടുത്തതാവാം. എന്തെങ്കിലും ആ ഷിപ്പിൽ അയാൾ ക്യാരേജ് ഓഫ് പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് സാധനങ്ങളായാലും അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്നതായാലും ആ ഷിപ്പ് നമ്മളെ ഇന്ത്യൻ പോർട്ടിൽ നിർത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതേ സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സിന് വിധേയമാകും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് എനി റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആ വ്യക്തിക്ക് ആരും റെപ്രസെൻറ്റേറ്റീവ് ഇല്ല എങ്കിൽ ആ സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സിന് വിധേയമാക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തെ എക്സംഷൻ പറയുന്നത്. ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, അയാൾ നോൺ റെസിഡൻ്റ് ആണ്, അയാൾക്ക് സ്വന്തം ഓണർഷിപ്പിലോ അല്ലെങ്കിൽ അയാൾ റെൻറ്റിനായാലോ അയാൾ ഷിപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഷിപ്പിൽ അയാൾ പാസഞ്ചേഴ്സിനോ അല്ലെങ്കിൽ ഗുഡ്സിനോ അയാൾ ക്യാരി ചെയ്യുന്നുണ്ട്. ദെൻ അത് ഇന്ത്യൻ പോർട്ടിൽ വന്ന് അത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഷിപ്പിൽ നിന്ന് കിട്ടിയ ബിസിനസ്, ആ ഷിപ്പിൽ നിന്ന് കിട്ടിയ ഇൻകം ആ സെയിം പ്രീവിയസിൽ തന്നെ ടാക്സിന് വിധേയമാകും. അതിൻ്റെ കൂടെ പറയുന്നത് ഇഫ് ഹി ഡസ് നോട്ട്, എപ്പാണെങ്കിൽ ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് എനി റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അയാൾക്ക് യാതൊരു റെപ്രസെൻറ്റേറ്റീവും ഇല്ല എങ്കിൽ
Then രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത് ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 174. That is, as per section 174 of the IT Act, it is if it appears to the income tax officer that an individual may leave India during the current assessment year, either permanently or for a long period of time, without any intention of returning to India, the income of such individual from the expiry of the last previous year up to the probable date of his departure will be assessed in the same year, either on the basis of his return of income or on estimation if there is no return of income. അതായത് as per section 174 പ്രകാരം if it appears to the income tax officer that an individual may leave India during the current assessment year, അതായത് കറണ്ട് അസസ്മെൻറ്റ് ഇയറിൽ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യ വിട്ടു പോവുകയാണെന്ന് അസസിങ് ഓഫീസർക്ക് ബോധ്യമാണെങ്കിൽ ഒന്നുകിൽ അത് പെർമനൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് വിട്ടു പോവാം, അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് ലോങ് പീരീഡത്തേക്ക് വേണമെങ്കിൽ പോകാം. വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് റിട്ടേണിങ് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന എന്നുള്ള യാതൊരു ഇൻറ്റൻഷനും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഇൻഡിവിജ്വലിൻ്റെ ഇൻകം അതേ സെയിം പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യും എന്നാണ് സെക്ഷൻ 174 പ്രകാരം പറയുന്നത്. So the income of such individual from the expiry of the last previous year up to the probable date of his departure will be assessed in the same year, either on the basis of his return of income or on estimation if there is no return of income. ഒന്നെങ്കിൽ അയാൾ റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻകം ഇല്ലെങ്കിൽ അസസിങ് ഓഫീസറിൻ്റെ കണക്ക് പ്രകാരം എസ്റ്റിമേഷൻ്റെ ബേസിൽ അയാൾ ആ കൺസേൺ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ എക്സംഷൻ ടു ദ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ income of an AOP or a BOE or an artificial juridical person under section 174 subsection A പ്രകാരം. അപ്പോൾ എന്താണ് AOP, എന്താണ് BOE എന്ന് പറഞ്ഞാൽ? AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. BOE എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനി പോലെയുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ AOP BOE എന്ന് പറയുന്ന രണ്ട് ടേം അവിടെ പറയുന്നുണ്ട്. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇത് രണ്ടാൾക്കാരും നമ്മളെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പേഴ്സൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടാണ്. ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള കൂട്ടാണ്. പിന്നെ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ജോയിൻ ടുഗെദർ ആകുന്നതാണ്. വേറാസ് AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഇത് വ്യക്തികളുടെ കൂട്ടമല്ല, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കൂട്ടമാവാം, കമ്പനീൻ്റെ കൂട്ടമാവാം. അല്ല വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലീഗൽ എൻറ്റിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് AOP. അപ്പോൾ ഇൻകം ഓഫ് എൻ AOP BOE or an artificial juridical persons അണ്ടർ സെക്ഷൻ 174 സബ്സെക്ഷൻ A പ്രകാരം എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, that is, income of an AOP or a BOE or an artificial juridical person may be assessed during the previous year if the AOP or BOE is likely to be dissolved during the previous year itself. അതായത് അവരവരുടെ പിന്നെ ബിസിനസ് ആ സെയിം പ്രീവിയസ് ഇയറിൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളത് എങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ തന്നെ അവരുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. if the AOP or BOE is likely to be dissolved during the previous year itself. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അണ്ടർ സെക്ഷൻ 175 പ്രകാരം. ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അണ്ടർ സെക്ഷൻ 175. അത് ടാക്സ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക സെക്ഷൻ 175 പ്രകാരം. അതായത് അക്കോർഡിംഗ് ടു സെക്ഷൻ 175 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961, if it appears to the income tax officer that any person is likely to transfer his property to avoid tax, the income of such a person from the expiry of the last previous year up to the date on which proceedings are launched by the income tax officer will be assessed to tax in the same year itself.
അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻകം അസസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ടു അവോയ്ഡ് ടാക്സ് ആണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയുടെ ഇൻകം, ദ ഇൻകം ഓഫ് സച്ച് എ പേഴ്സൺ ഫ്രം ദ എക്സ്പയറി ഓഫ് ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ, എപ്പോഴാണോ ആ പ്രീവിയസ് ഇയറിൻ്റെ എൻഡ്, അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ദ പ്രൊസീഡിങ്സ് ആർ ലോഞ്ച്ഡ് ബൈ ദ ഇൻകം ടാക്സ് ഓഫീസർ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ വിൽ ബി അസസ്ഡ് ടു ടാക്സ് ഇൻ ദ സെയിം ഇയർ ഇറ്റ് സെൽഫ്. അതാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ എ വൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ എ പ്രൊഫഷൻ അണ്ടർ സെക്ഷൻ 176 പ്രകാരം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആസ് പെർ സെക്ഷൻ 176 ഓഫ് ദ ആക്ട്, ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ എ വൊക്കേഷൻ ഫ്രം ദ എക്സ്പയറി ഓഫ് ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂവൻസ് മേ ബി ചാർജ് ടു ടാക്സ് ഇൻ ദ സെയിം ഇയർ, that is in the year in which it is discontinued, at the discretion of the assessing officer തീരുമാനപ്രകാരം എപ്പോഴാണോ ഏത് വർഷമാണോ ആ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തത് ആ സെയിം വർഷം തന്നെ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ചാർജ് ചെയ്യപ്പെടും എന്നാണ്, ടാക്സിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരും എന്നതാണ് പറയുന്നത്. അതായത് പിന്നീട് ആ ബിസിനസ്സിന് കണ്ടിന്യൂൻസ് ഇല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആസ് പെർ സെക്ഷൻ 176 പ്രകാരം ദ ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഓർ എ പ്രൊഫഷൻ ഫ്രം ദ എക്സ്പയറി ഓഫ് ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ അപ് ടു ദ ഡേറ്റ് ഓഫ് discontinuous may be charged to tax in the same year at the discretion of the assessing officer. So these are the situations under which accelerated assessment can be done by the assessing officer, or these are the situations in which income charged to tax, income earned in the previous year is charged to tax in the same previous year itself. അല്ലെങ്കിൽ in other words, these are the exemption to the general rule that the income of the previous year is charged to tax in the next assessment year. I hope you all are clear with my explanation. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൻ്റെ കൂടെ ഈ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റും കൂടി കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് മേ ബി ഇറ്റ് ഈസ് എ പ്രോബബിൾ ക്വസ്റ്റ്യൻ ഫോർ ദ കമ്മിങ് PSC examination. Thank you.